ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് നിരത്തിൽ കൂടുതൽ കാണുന്നത് പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളുമാണ്. അപ്പോൾ പെട്രോൾ വാഹനങ്ങളുടെയും ഡീസൽ വാഹനങ്ങളുടെയും ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ കുറച്ച് പെട്രോളും കുറച്ച് ഡീസലും എടുത്ത് കത്തിക്കുകയാണെങ്കിൽ, അതിൻ്റെ ജ്വലനത്തെക്കുറിച്ച് ഒന്ന് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിൽ ചില പ്രകടമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെട്രോൾ പെട്ടെന്ന് തന്നെ കത്തുകയും ഡീസൽ കുറച്ചുകൂടി സമയം എടുത്താണ് കത്തുന്നത്. ഇതൊരു വ്യത്യാസം മാത്രമാണ്. ഇത്തരത്തിൽ പല പല വ്യത്യാസങ്ങൾ ഇവയുടെ കമ്പഷനുകൾ തമ്മിലുണ്ട്. അതുകൊണ്ട് പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ആയിരിക്കില്ല ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, എമിഷൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നോംസ് ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഈ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റങ്ങൾക്കും പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പെട്രോൾ വാഹനങ്ങളിലും ഡീസൽ വാഹനങ്ങളിലും പണ്ട് ഉപയോഗിച്ചിരുന്ന ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആന്തരദഹന എഞ്ചിനുകളിൽ ഇന്ധന ടാങ്കിൽ നിന്നും ഇന്ധനം യഥാസമയം സിലിണ്ടറുകളിൽ എത്തിക്കാനാവശ്യമായ എല്ലാ ഘടകങ്ങളെയും ചേർത്ത് ഫ്യൂവൽ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നു. പെട്രോൾ എഞ്ചിനിലെയും ഡീസൽ എഞ്ചിനിലെയും ഇന്ധന വ്യവസ്ഥയിൽ വ്യത്യസ്ത ഘടകങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ പ്രധാന ഫംഗ്ഷൻ ആണ്: 1. ഫ്യൂവലിനെ ഫ്യൂവൽ ടാങ്കിൽ ശേഖരിച്ച് വയ്ക്കുക. 2. ഫ്യൂവലിനെ കൃത്യസമയത്ത് അനുയോജ്യമായ അളവിൽ കറക്റ്റ് സിലിണ്ടറുകളിൽ എത്തിക്കുക. 3. ടാങ്കിലുള്ള പെട്രോളിൻ്റെ അളവ് കാണിക്കുക. അടുത്തത്, ഏതൊക്കെ ഇന്ധനങ്ങളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. എഞ്ചിൻ ഇന്ധനങ്ങളിൽ ഏറിയ ഭാഗവും പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ പെട്രോളിയം ധാതുക്കളിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. അതിനുദാഹരണമാണ് പെട്രോൾ, ഡീസൽ. ഇതിനു പുറമെ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇനം ഇന്ധനങ്ങളാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഹൈഡ്രജൻ, ബയോഫ്യൂവൽസ്. പെട്രോൾ ഫ്യൂവൽ സിസ്റ്റത്തിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കാർബറേറ്റർ എന്നിവയാണ്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പെട്രോൾ വാഹനങ്ങളിലെ വിവിധ തരം ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തെ പറ്റിയാണ്. 1. കാർബറേറ്റർ സിസ്റ്റം. 2. സിംഗിൾ പോയിൻ്റ് ഇഞ്ചക്ഷൻ SPI അഥവാ ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ TBI. 3. മൾട്ടി പോയിൻ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ MPFI. 4. ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ GDI. ഇവയിൽ കാർബറേറ്റർ ഒഴികെ മറ്റ് 3 സിസ്റ്റങ്ങളും ഇഞ്ചക്ഷൻ സിസ്റ്റങ്ങളാണ്, അഥവാ എഞ്ചിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്താണ് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന എല്ലാ പെട്രോൾ വാഹനങ്ങളിലും പെട്രോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോ പെട്രോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യമേ കാർബറേറ്റർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇന്ധന ടാങ്കിൽ നിന്നും ഒരു പമ്പിൻ്റെ സഹായത്താൽ ഫ്ലെക്സിബിൾ ട്യൂബ് വഴി ഇന്ധനത്തെ ഫ്യൂവൽ ഫിൽറ്ററിൽ എത്തിക്കുകയും ഇന്ധനത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അരിച്ചു മാറ്റി ശുദ്ധമായ ഇന്ധനത്തിനെ കാർബറേറ്ററിൽ എത്തിക്കുന്നു. അന്തരീക്ഷ വായുവിൽ ധാരാളം മാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് എയർ ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് ശുദ്ധമായ വായുവും കാർബറേറ്ററിൽ എത്തിക്കുന്നു. എഞ്ചിൻ്റെ വിവിധ അവസ്ഥകളിലേക്ക് ആവശ്യമായ ഇന്ധനവായു മിശ്രിതം രൂപപ്പെടുത്തുന്നത് കാർബറേറ്ററിൽ വെച്ചാണ്. ഈ ഇന്ധനവായു മിശ്രിതം ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടി ഇൻലെറ്റ് വാൽവ് വഴി സിലിണ്ടറിനുള്ളിൽ എത്തുന്നു. ഇനി നമുക്ക് കാർബറേറ്റർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിലെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാം. ആദ്യം ഫ്യൂവൽ ടാങ്ക്. വിവിധ തരം വാഹനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലാണ് ഫ്യൂവൽ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയായി പുറകിലായോ മുൻപിലായോ സീറ്റുകൾക്ക് താഴെയായിട്ടാണ് ഇത് ഘടിപ്പിക്കുന്നത്. ടാങ്കിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി ഒരു ഫില്ലർ ക്യാപ്പും അതിലായി ഒരു വെൻറ്റും ഉണ്ടായിരിക്കും. ടാങ്കിനുള്ളിൽ അന്തരീക്ഷമർദ്ദം നിലനിർത്താനായാണ് വെൻറ്റ് നൽകിയിരിക്കുന്നത്. ടാങ്കിൻ്റെ താഴ്ഭാഗത്തായി ഒരു ഡ്രെയിൻ പ്ലഗ് നൽകിയിരിക്കും. ടാങ്കിലെ മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്യാൻ വേണ്ടിയാണിത്. കൂടാതെ ഇന്ധനത്തിൻ്റെ അളവ് മനസ്സിലാക്കുന്നതിലേക്കായി ഒരു ഫ്ലോട്ട് യൂണിറ്റും ടാങ്കിൽ ഘടിപ്പിച്ചിരിക്കും. അടുത്തത് ഫ്യൂവൽ ഫിൽറ്റർ.
പമ്പ് ചെയ്യുന്ന ഇന്ധനത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അരിച്ചു മാറ്റി ശുദ്ധമായ ഇന്ധനത്തിനെ കാർബറേറ്ററിൽ എത്തിക്കുവാൻ സഹായിക്കുക എന്നതാണ് ഫ്യൂവൽ ഫിൽട്ടറുകളുടെ ധർമ്മം. അടുത്തത് ഫ്യൂവൽ പമ്പ്. ടാങ്കിൽ നിന്നുള്ള ഇന്ധനത്തെ കാർബറേറ്ററിൽ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ഫ്യൂവൽ പമ്പിന് ഉള്ളത്. 2 തരത്തിലുള്ള ഫ്യൂവൽ പമ്പുകളാണ് ഉള്ളത്. ഒന്ന് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്, 2 SU ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ്. ആദ്യം നമുക്ക് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ കുറിച്ച് പഠിക്കാം. ഇത്തരം പമ്പ് സിലിണ്ടർ ബ്ലോക്കിലാണ് ഉറപ്പിക്കുന്നത്. എൻജിൻ ക്യാംഷാഫ്റ്റിലെ എക്സെൻട്രിക്കാണ് പമ്പിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ റോക്കർ ആം, ഡയഫ്രം, സക്ഷൻ വാൽവ്, ഡെലിവറി വാൽവ് എന്നിവയാണ്. ക്യാംഷാഫ്റ്റ് തിരിയുമ്പോൾ റോക്കർ ആം ഡയഫ്രത്തിനെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നു. ഡയഫ്രത്തിൻ്റെ താഴേക്കുള്ള ചലനം ചേംബറിനുള്ളിൽ ന്യൂനമർദ്ദം ഉണ്ടാക്കുകയും സക്ഷൻ വാൽവ് തുറന്ന് ഇന്ധനം പമ്പിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ഡയഫ്രത്തിൻ്റെ മുകളിലേക്കുള്ള ചലനം മൂലം ചേംബറിനുള്ളിലെ ഇന്ധനത്തിൻ്റെ മർദ്ദം വർദ്ധിക്കുകയും സക്ഷൻ വാൽവ് അടയുകയും ഡെലിവറി വാൽവ് തുറക്കുകയും ചെയ്യുന്നു. മർദ്ദീകരിച്ച ഇന്ധനം ഡെലിവറി വാൽവ് വഴി കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേംബറിൽ എത്തുകയും ചെയ്യുന്നു. അടുത്തത് SU ഇലക്ട്രിക്കൽ ടൈപ്പ് ഫ്യൂവൽ പമ്പാണ്. ഇതിൽ പ്രധാനമായും ഡയഫ്രം, സോളിനോയിഡ്, ആർമേച്ചർ, സ്പ്രിംഗ്, ചേംബർ, ഇൻലെറ്റ് വാൽവ്, ഔട്ട്ലെറ്റ് വാൽവ് എന്നിവയാണ്. ഇത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന തരം പമ്പാണ്. സോളിനോയിഡിൽ കൂടി ഒഴുകുന്ന വൈദ്യുതി കോണ്ടാക്റ്റ് പോയിന്റുകൾ വഴിയാണ് എർത്താകുന്നത്. ആർമേച്ചറിനെ ഡയഫ്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡയഫ്രത്തിന് മുകളിൽ നൽകിയിരിക്കുന്ന സ്പ്രിംഗ് ഡയഫ്രത്തിനെ താഴേക്ക് തള്ളി നിർത്തുന്നു. ഇഗ്നീഷൻ സ്വിച്ച് ഓണായിരിക്കുന്ന അവസരത്തിൽ ബാറ്ററിയിൽ നിന്നും കറണ്ട് സോളിനോയിഡിലെ വൈൻഡിങ്ങിൽ കൂടി കടന്നു പോകുമ്പോൾ സോളിനോയിഡ് കാന്തമാകുന്നു. ഈ അവസരത്തിൽ കോണ്ടാക്റ്റ് പോയിന്റുകൾ അടുത്തിരിക്കുകയായിരിക്കും. തന്മൂലം ആർമേച്ചർ മുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിനോടൊപ്പം ഡയഫ്രവും മുകളിലേക്ക് ചലിക്കുന്നു. ഇത് കാരണം ചേംബറിൽ ന്യൂനമർദ്ദം ഉണ്ടാവുകയും ഇൻലെറ്റ് വാൽവ് തുറന്ന് ടാങ്കിൽ നിന്നും ഇന്ധനം ചേംബറിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ആർമേച്ചർ മുകളിലേക്ക് ഉയരുന്നത് മൂലം കോണ്ടാക്റ്റ് പോയിന്റുകൾ അകന്ന് സോളിനോയിഡിൽ കൂടിയുള്ള വൈദ്യുതി നിലയ്ക്കുകയും ചെയ്യുന്നു. സ്പ്രിങ്ങിൻ്റെ മർദ്ദം കാരണം ഡയഫ്രവും ആർമേച്ചറും വീണ്ടും താഴേക്ക് വരികയും ഈ അവസരത്തിൽ ചേംബറിലെ ഇന്ധനം മർദ്ദം കൂടി ഔട്ട്ലെറ്റ് വാൽവ് വഴി ഇന്ധനം കാർബറേറ്ററിലേക്ക് പോകുകയും ചെയ്യുന്നു. അടുത്തത് എയർ ക്ലീനർ. അന്തരീക്ഷ വായുവിൽ ധാരാളം പൊടിപടലങ്ങളും മാലിന്യങ്ങളും അടങ്ങിയിരിക്കുന്നു. ശുദ്ധീകരിക്കാത്ത വായു എഞ്ചിനുള്ളിൽ പ്രവേശിച്ചാൽ എഞ്ചിൻ ഭാഗങ്ങളുടെ തേയ്മാനത്തിന് കാരണമാകും. എയർ ക്ലീനറിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്: 1. സക്ഷൻ സ്ട്രോക്കിൽ സിലിണ്ടറിനുള്ളിൽ പ്രവേശിക്കുന്ന വായുവിലെ മാലിന്യങ്ങളെ അരിച്ചു മാറ്റി ശുദ്ധീകരിക്കുക. 2. സിലിണ്ടറിനുള്ളിലേക്ക് വായു പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ കുറയ്ക്കുക. 3. എഞ്ചിനിൽ ബാക്ക് ഫയറിംഗ് ഉണ്ടാകുന്നത് തടയുക. ഇവിടെ കാണുന്നത് ഒരു ഡ്രൈ ടൈപ്പ് എയർ ക്ലീനറാണ്. ഒരു ഹൗസിങ്ങിൽ ഉറപ്പിച്ചിരിക്കുന്ന ഫിൽട്ടർ എലമെൻ്റാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. സിലിണ്ടറിക്കൽ ആകൃതിയിൽ പേപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എലമെൻറ്റിൻ്റെ ചുറ്റുമായി വയർ മെഷ് കൊണ്ട് നിർമ്മിച്ച ഒരു സ്ക്രീനും ഉണ്ടായിരിക്കും. എൻജിൻ പ്രവർത്തിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്ന വായു ഫിൽട്ടർ എലമെൻറ്റിൽ കൂടി കടക്കുമ്പോൾ ശുദ്ധീകരിക്കുകയും തുടർന്ന് കാർബറേറ്ററിലേക്ക് എത്തുകയും ചെയ്യുന്നു. അടുത്തത് കാർബറേറ്ററാണ്. പെട്രോൾ എൻജിൻ ഇന്ധന വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനമേറിയ ഘടകമാണ് കാർബറേറ്റർ. എൻജിൻ്റെ വിവിധ അവസ്ഥകളിലേക്ക് ആവശ്യമായ ഇന്ധന വായു മിശ്രിതം രൂപപ്പെടുത്തുന്നത് കാർബറേറ്ററിൽ വെച്ചാണ്. വെഞ്ചുറി തത്വം അനുസരിച്ചാണ് കാർബറേറ്റർ പ്രവർത്തിക്കുന്നത്. ഈ ഫിഗർ ഒന്ന് നോക്കിയേ. ഒരു കുഴലിനുള്ളിലെ ഇടുങ്ങിയ ഭാഗത്തിനെയാണ് വെഞ്ചുറി എന്ന് വിളിക്കുന്നത്.
കുഴലിൽ കൂടി വായു കടന്നു പോകുമ്പോൾ വെഞ്ചുറിയുടെ ഭാഗത്തു വെച്ച് വായുവിൻ്റെ വേഗത കൂടുകയും മർദ്ദം കുറയുകയും ചെയ്യും. വെഞ്ചുറി ഭാഗത്തേക്ക് ഫ്ലോട്ട് ചേംബറിൽ നിന്നുമുള്ള ഒരു നോസിൽ ഘടിപ്പിച്ചാൽ ഇന്ധനത്തെ വെഞ്ചുറിയിലേക്ക് വലിച്ചെടുക്കുകയും കണികകളാക്കി കടന്നുപോകുന്ന വായുവിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ലളിതമായ ഒരു കാർബറേറ്റർ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് കാർബറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സ്ഥിരമായ ഉയരത്തിലും ഒരു നിശ്ചിത അളവിലും ഇന്ധനത്തെ എപ്പോഴും സൂക്ഷിക്കുക. 2. ഇന്ധനവായു മിശ്രിതത്തിന് വേണ്ടി ഇന്ധനത്തെ ചെറു കണികകളാക്കുകയും ഇന്ധനത്തെ ബാഷ്പീകരിക്കുകയും ചെയ്യുക. 3. എഞ്ചിൻ്റെ സ്പീഡ്, ലോഡ് എന്നിവയ്ക്കനുസരിച്ച് അനുയോജ്യമായ അളവിലും തുടർച്ചയായും ഇന്ധനവായു മിശ്രിതത്തെ സിലിണ്ടറുകളിലേക്ക് നൽകുക. ഇനി നമുക്ക് ഒരു കാർബറേറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഫ്ലോട്ട് ചേംബർ, ഫ്യൂവൽ ജെറ്റ്, വെഞ്ചുറി, നോസിൽ, ത്രോട്ടിൽ വാൽവ് ഇവയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഫ്യൂവൽ പമ്പ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇന്ധനം ഫ്ലോട്ട് ചേംബറിൽ എത്തിച്ചേരുന്നു. ഫ്ലോട്ട് ചേംബറിൽ നിന്നും ഇന്ധനം ഫ്യൂവൽ ജെറ്റ് വഴി നോസിലിൽ എത്തുന്നു. ഫ്ലോട്ട് ചേംബറിലെ ഇന്ധനത്തിലെ ഉയരം തന്നെയായിരിക്കും നോസിലിലെ ഇന്ധനത്തിൻ്റെ ഉയരവും. നോസിൽ വെഞ്ചുറിയിലേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഫ്ലോട്ട് ചേംബറിലെ വെൻ്റ് അതിനുള്ളിൽ അന്തരീക്ഷമർദ്ദം നിലനിർത്തുവാൻ സഹായിക്കുന്നു. നോസിലിലേക്ക് പോകുന്ന ഇന്ധനത്തിൻ്റെ അളവ് ഒരു ഫ്യൂവൽ ജെറ്റാണ് നിയന്ത്രിക്കുന്നത്. എഞ്ചിൻ്റെ സക്ഷൻ സ്ട്രോക്കിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം ഇൻലെറ്റ് മാനിഫോൾഡ് വഴി കാർബറേറ്ററിലെത്തുന്നു. കാർബറേറ്ററിൻ്റെ മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന എയർ ക്ലീനറിൽ നിന്നും വായു വലിച്ചെടുക്കുകയും വെഞ്ചുറിയിൽ വെച്ച് വായുവിൻ്റെ മർദ്ദം കുറയുന്നതിനാൽ നോസിലിൽ നിന്നും ഇന്ധനം ചെറു കണികകളായി വായുവിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് കാർബറേറ്ററിൽ ഇന്ധനവായു മിശ്രിതം രൂപപ്പെടുത്തുന്നത്. ആക്സിലേറ്റർ പെഡലുമായി ഘടിപ്പിച്ചിരിക്കുന്ന ത്രോട്ടിൽ വാൽവ് ഇന്ധനവായു മിശ്രിതം എഞ്ചിനിലേക്ക് ഒഴുകുന്നത് നിയന്ത്രിക്കുന്നു. ഇങ്ങനെ എഞ്ചിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ തരം പെട്രോൾ വാഹനങ്ങളിൽ കാർബറേറ്ററുകൾക്ക് പകരം ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ECU ആണ്. ഇതാണ് ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. നമ്മുടെ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉള്ളതുപോലെ ഒരു പ്രോസസ്സറാണ്. സെൻസറുകളിൽ നിന്നുള്ള നിർദ്ദേശം ECUവിലേക്ക് വരികയും അതിനനുസരിച്ച് ഈ ECU ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നു. കാർബറേറ്റർ സിസ്റ്റത്തിൽ നിന്നും ഇലക്ട്രോണിക് ഇഞ്ചക്ഷനിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ: 1. കോംപ്ലിക്കേറ്റഡ് മെയിൻ്റനൻസ് ആണ്. 2. പുവർ പവർ ഔട്ട്പുട്ട്, അതായത് ഇതിൽ നിന്നും എയർ ഫ്യൂവൽ മിക്സ്ചർ എഞ്ചിനകത്തേക്ക് പോകുന്നത് കൃത്യമായ അളവിലാണോ അല്ലയോ എന്നുള്ളത് മെഷർ ചെയ്യുന്ന യാതൊരു ഇലക്ട്രോണിക് കമ്പോണൻസും ഇല്ല. 3. എമിഷൻ, കാർബറേറ്റർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ പൊല്യൂഷൻ വളരെയധികം കൂടുതലായിരിക്കും. 4. പുവർ റെസ്പോൺസ്, ഇഞ്ചക്ടർ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ അത്രയും റെസ്പോൺസ് കിട്ടുകയില്ല. ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ലൊക്കേഷനും ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ എണ്ണവും അനുസരിച്ച് 3 രീതിയിലാണ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് സിംഗിൾ പോയിൻ്റ് ഇഞ്ചക്ഷൻ അഥവാ ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ ആണ്. ഇവിടെ കാർബറേറ്ററിന് പകരം ഇഞ്ചക്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ ഇഞ്ചക്ടറാണ് 4 സിലിണ്ടറുകളിലേക്കും ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ടർ ത്രോട്ടിൽ ബോഡിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയും എയർ ഫ്യൂവൽ മിക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നതും അത് സിലിണ്ടറുകളിലേക്ക് എത്തുന്നതും മാനിഫോൾഡിലൂടെ ആകുന്നത് കൊണ്ട് ഓരോ സിലിണ്ടറിലേക്കും എത്തുന്ന ഫ്യൂവലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. മറ്റൊന്ന്, കോൾഡ് സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ റിച്ച് എയർ ഫ്യൂവൽ മിക്സ്ചറാണ് ഓരോ സിലിണ്ടറുകളിലേക്കും നൽകുന്നത്. അതായത് തണുത്തിരിക്കുന്ന എഞ്ചിനെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് റിച്ച് മിക്സ്ചർ നൽകുന്നത്. എന്നാൽ ഫ്യൂവൽ ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടി കടന്നു പോകുമ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഉൾഭിത്തിയിൽ ഫ്യൂവലിൻ്റെ ഡ്രോപ്ലെറ്റ്സ് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഫ്യൂവൽ പൂർണ്ണമായും എഞ്ചിനിലേക്ക് എത്തുന്നില്ല.
ഇതുമൂലം എൻജിൻ സ്റ്റാർട്ട് ആവാൻ കൂടുതൽ സമയമെടുക്കും. അടുത്തത് മൾട്ടി പോയിൻ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ഇവിടെ ഓരോ സിലിണ്ടറുകളിലേക്കും ഓരോ ഇഞ്ചക്ടറുകളാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നൽകിയിരിക്കുന്നതിനാൽ ഓരോ സിലിണ്ടറിനും ആവശ്യമായ ഫ്യൂവൽ കൃത്യമായി എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. ഇവിടെ ഇഞ്ചക്ടറുകളെ ഘടിപ്പിച്ചിരിക്കുന്നത് ഇൻലെറ്റ് വാൽവിൻ്റെ തൊട്ട് മുൻപിലായി ഇൻലെറ്റ് പോർട്ടിലായിട്ടാണ്. ഇപ്പോൾ ഭൂരിഭാഗം പെട്രോൾ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത് MPFI സിസ്റ്റമാണ്. ഇതിനെ മൾട്ടി പോർട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നും പറയും. എന്നാൽ കുറച്ചും കൂടി വില കൂടിയ വാഹന നിർമ്മാതാക്കളായ ബെൻസ്, BMW എന്നിവയുടെ പെട്രോൾ വാഹനങ്ങളിൽ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ് കാണുവാൻ സാധിക്കുന്നത്. ഗ്യാസോലിൻ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ ഇഞ്ചക്ടറുകൾ ഓരോ സിലിണ്ടറിനും ഓരോന്ന് വെച്ച് നൽകിയിരിക്കുന്നു. ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് ഡയറക്റ്റ് സിലിണ്ടർ ഹെഡിലായിട്ടാണ്. അതായത് എൻജിൻ സിലിണ്ടർ ഹെഡിൽ സ്പാർക്ക് പ്ലഗിന് തൊട്ട് അരികിലായിട്ടാണ്. ഇതിന് ഫ്യൂവലിനെ ഡയറക്റ്റ് സിലിണ്ടറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുവാൻ സാധിക്കും. അതിനാൽ എയർ മാത്രമാണ് ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടി കടന്നു വരുന്നത്. അത് പിന്നീട് സിലിണ്ടറിലെത്തിയ ശേഷം എയറും ഫ്യൂവലും മിക്സ് ചെയ്ത് എയർ ഫ്യൂവൽ മിക്സ്ചർ സിലിണ്ടറിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ കാണുന്നത് പോലാണ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പ്രവർത്തിക്കുന്നത്. അടുത്തത് നമുക്ക് ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാം. ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ഫിൽറ്റർ, ഇഞ്ചക്ഷൻ പമ്പ്, ഇഞ്ചക്ടർ എന്നിവയാണ്. ഡീസൽ എഞ്ചിനുകളിൽ ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്താണ് ആദ്യകാലം മുതലേ ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഇവയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷനും ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനും നിലവിലുണ്ട്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാൽ സിലിണ്ടറിന് അകത്തേക്ക് ഫ്യൂവലിനെ ഡയറക്റ്റ് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാൽ ഒരു പ്രീ കമ്പഷൻ ചേംബറിലേക്ക് ആയിരിക്കും ഫ്യൂവലിനെ ആദ്യം ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഒരു പഴയ ഡീസൽ വാഹനം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ പമ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ഫീഡ് പമ്പ് അഥവാ ലിഫ്റ്റ് പമ്പ്, ഫ്യൂവൽ ഫിൽറ്റർ, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, പ്രഷർ റിലീഫ് വാൽവ് ആൻഡ് ഇഞ്ചക്ടേഴ്സ്. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഇതിൽ പ്രത്യേകമായി നിർമ്മിച്ച ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ സഹായത്താലാണ് ഡീസലിനെ മർദ്ദീകരിച്ച് ഇഞ്ചക്ടറുകളിലേക്ക് എത്തിക്കുന്നത്. ഒരു ഫീഡ് പമ്പിൻ്റെ സഹായത്താൽ ഡീസലിനെ ടാങ്കിൽ നിന്നും വലിച്ചെടുത്ത് ഫ്യൂവൽ ഫിൽറ്റർ വഴി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് എത്തിക്കുന്നു. എൻജിൻ ക്യാംഷാഫ്റ്റിൻ്റെ കറക്കം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പും ഫീഡ് പമ്പും. എൻജിൻ്റെ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് കൃത്യമായ ഇടവേളകളിലും കൃത്യമായ അളവിലും ഇഞ്ചക്ഷൻ പമ്പ് ഡീസലിനെ ഇഞ്ചക്ടർ വഴി സിലിണ്ടറുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ് ഇപ്പോൾ നിലവിൽ കൂടുതൽ അഡ്വാൻസ്ഡായി വന്നുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു ടെക്നോളജി ആണ് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അഥവാ CRDI. അടുത്തത് CRDI സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്യൂവൽ ടാങ്ക്, ലോ പ്രഷർ പമ്പ്, പ്രഷർ റെഗുലേറ്റിംഗ് വാൽവ്, ഹൈ പ്രഷർ പമ്പ്, ഫ്യൂവൽ പ്രഷർ സെൻസർ, കോമൺ റെയിൽ, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആൻഡ് സെൻസേഴ്സ്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഫ്യൂവൽ ടാങ്കിൽ നിന്നും ഫ്യൂവലിനെ ഫിൽറ്റർ വഴി ലോ പ്രഷർ പമ്പ് ചെയ്ത് ഹൈ പ്രഷർ പമ്പിലേക്ക് എത്തിക്കും. ഹൈ പ്രഷർ പമ്പ് ഫ്യൂവലിൻ്റെ പ്രഷറിനെ കൂട്ടി കോമൺ റെയിലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. പ്രഷർ സെൻസറിൽ നിന്നും കിട്ടുന്ന സിഗ്നൽ അനുസരിച്ചാണ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് പ്രഷർ റെഗുലേറ്റിംഗ് വാൽവിനെ കൺട്രോൾ ചെയ്ത് ഫ്യൂവലിനെ ഹൈ പ്രഷർ പമ്പ് വഴി കൃത്യമായ പ്രഷറിൽ കോമൺ റെയിലിൽ എത്തിക്കുന്നത്. ഇവിടെ നിന്ന് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് സെൻസറുകളിൽ നിന്നുള്ള സിഗ്നൽ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് കൃത്യസമയത്ത് കൃത്യ അളവിൽ ഫ്യൂവലിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു.
കോമൺ റെയിലിൽ എക്സസ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ ലിമിറ്റർ വാൽവ് വഴി എക്സസ് ഫ്യൂവലിനെ ടാങ്കിൽ എത്തിക്കുന്നു. ഇനി ഫ്യൂവൽ ഇഞ്ചക്ടറിനെ കുറിച്ച് പഠിക്കാം. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നും വരുന്ന ഉന്നത മർദ്ദത്തിലുള്ള ഡീസലിനെ ചെറുകണികകളായി എൻജിൻ സിലിണ്ടറുകളിൽ എത്തിക്കുന്നത് ഇഞ്ചക്ടറാണ്. ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. നോസിൽ ബോഡിയും നോസിൽ ഹോൾഡറുമാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഒരു ക്യാപ്പ് ഉപയോഗിച്ച് ഇവയെ തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്നു. നോസിൽ ഹോൾഡറിലുള്ള ഒരു സ്പ്രിംഗ് ലോഡഡ് സ്പിൻഡിൽ നോസിൽ വാൽവിനെ അതിൻ്റെ സീറ്റിലേക്ക് അമർത്തി നിർത്തിയിരിക്കുന്നു. ഫ്യൂവൽ ഇൻലെറ്റിൽ കൂടി ഉന്നത മർദ്ദത്തിലുള്ള ഡീസൽ ഇഞ്ചക്ടറിൽ പ്രവേശിക്കുമ്പോൾ മർദ്ദം കാരണം നോസിൽ വാൽവ് അതിൻ്റെ സീറ്റിൽ നിന്ന് ഉയരുകയും ഡീസൽ കമ്പഷൻ ചേമ്പറിലേക്ക് സ്പ്രേ ആകുകയും ചെയ്യുന്നു. ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നുള്ള മർദ്ദം കുറയുമ്പോൾ സ്പ്രിങ്ങിൻ്റെ മർദ്ദം മൂലം വാൽവ് അതിൻ്റെ സീറ്റിൽ അമരുകയും തന്മൂലം ഇഞ്ചക്ഷൻ നിലയ്ക്കുകയും ചെയ്യുന്നു. നോസിൽ വാൽവിൻ്റെയും സ്പിൻഡിലിൻ്റെയും ലൂബ്രിക്കേഷൻ ആവശ്യത്തിനായി അല്പം ഡീസൽ വാൽവിലൂടെ മുകളിലോട്ട് കയറി ലീക്ക് ഓഫ് പോർട്ട് വഴി പുറത്തു വരുന്നു. ഇഞ്ചക്ടറിൻ്റെ മുകളിലുള്ള ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂവിൻ്റെ സഹായത്താൽ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ക്രമീകരിച്ച് ഇഞ്ചക്ഷൻ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം.